കാൻഡി ജില്ലയിലെ ഗംപോല. അവിടുത്തെ കാഴ്ച കണ്ടാൽ അറിയാം യഥാർത്ഥ ശ്രീലങ്കൻ പ്രകൃതി ദുരന്ത ചിത്രം. ജീവനും ജീവിതോപാധികളും കവർന്നെടുത്ത അവിശ്വസനീയ കാഴ്ചകൾ. പേരുടെ ജീവൻ കൊണ്ടുപോയ ടിറ്റുവ ചുഴലിക്കാറ്റും പ്രളയക്കെടുതിയും സമ്മാനിച്ച ദുരിതം ശ്രീലങ്കയിൽ ചില്ലറയല്ല. 1200ഓളം ഉരുൾപൊട്ടലുകളോ മണ്ണിടിച്ചിലുകളോ 3 ആഴ്ചയ്ക്കുള്ളിൽ ലങ്ക കണ്ടു. ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് വിനോദസഞ്ചാരത്തിന് പേര് കേട്ട കാൻഡിയിൽ. 643 പേരിൽ 237 മരണം ഈ ജില്ലയിൽ നിന്നാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലാണിപ്പോൾ ശ്രീലങ്ക. മധ്യപ്രവിശ്യയിലെ കാൻഡി ജില്ലയിലെ രാജ്യത്തലവയിൽ നിരവധി കുടുംബങ്ങൾക്ക് അഭയമായത് അയൽ ഗ്രാമത്തിലെ ബുദ്ധക്ഷേത്രമാണ്. രണ്ടാഴ്ചയായി 60ഓളം കുടുംബങ്ങളിലെ 200ഓളം പേർ ക്ഷേത്ര പരിസരത്ത് തുടരുന്നു. നവലാപിതിയ പട്ടണത്തിലെ പള്ളിയിൽ താൽക്കാലിക താമസ ക്യാമ്പുകളുമുണ്ട്. നവംബർ 3-ാം വാരത്തോടെ തുടങ്ങിയ മഴപ്പെയ്ത്തും കാറ്റുമാണ് ദ്വീപിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടാക്കിയത്. വലിയ തോതിൽ വിദേശ വിനോദസഞ്ചാരികളടക്കമെത്തുന്ന പ്രസിദ്ധമായ ബുദ്ധ സാംസ്കാരിക കേന്ദ്രമാണ് കാൻഡി. ഇവിടെ 73 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെടുക്കാനുണ്ട്. റോഡും വൈദ്യുതിയും മൊബൈൽ കണക്ടിവിറ്റി പ്രശ്നങ്ങളും ശുദ്ധമായ കുടിവെള്ളത്തിൻ്റെ അപര്യാപ്തതയും മിക്ക മേഖലകളിലും തുടരുന്നു. താൽക്കാലിക വൈദ്യുതി ലൈനുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് സിലോൺ വൈദ്യുതി ബോർഡ് ജീവനക്കാർ. മണ്ണിൽ കുടുങ്ങി തകർന്നു കിടക്കുന്ന ഓട്ടോറിക്ഷ, കേടായ വാൻ, കെട്ടുപിണഞ്ഞു കിടക്കുന്ന വയറുകൾ, പാത്രങ്ങൾ, പുസ്തകങ്ങൾ, പാവകൾ, കന്നുകാലികൾ, വളർത്തുമൃഗങ്ങൾ. തകർന്ന ഓരോ വീടും കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്ത ഉപജീവന മാർഗങ്ങളുടെ ബിംബങ്ങളും ശകലങ്ങളുമായി കിടക്കുന്നു ഓരോ ഗ്രാമത്തിലും. ദീർഘകാല പുനരധിവാസവും പുനർനിർമ്മാണവും വേണ്ട അവസ്ഥയിലാണ് ശ്രീലങ്ക. ജീവൻ, സ്വത്ത്, ഉപജീവനം എന്നിവയ്ക്കുണ്ടായ കനത്ത നഷ്ടം നേരിടാൻ ശക്തമായ സാമൂഹ്യ സംരക്ഷണവും ഭക്ഷ്യസുരക്ഷയും ഇനി ആവശ്യമുണ്ട്. ശ്രീലങ്കൻ ജനസംഖ്യയുടെ 10%, 2.3 ദശലക്ഷം ആളുകൾ വെള്ളപ്പൊക്ക പ്രദേശങ്ങളിലാണെന്നാണ് UNDP-യുടെ കണക്ക്. രാജ്യ ഭൂവിസ്തൃതിയുടെ ഏകദേശം 20%, 1.1 ദശലക്ഷം ഹെക്ടറിലധികം, ഏകദേശം 7,20,000-ഓളം കെട്ടിടങ്ങളിൽ നല്ലൊരു പങ്കിനെയും വെള്ളപ്പൊക്കം ബാധിച്ചു. 300-ലധികം റോഡുകളും 40ഓളം പ്രധാന പാലങ്ങളും തകർന്നു. ചുഴലിക്കാറ്റ് ആഞ്ഞുവീശിയ ദിവസങ്ങളിൽ നല്ലൊരു ശതമാനവും വൈദ്യുതി കണക്ഷനുകൾ തകരാറിലായി. അടിസ്ഥാന സൗകര്യ മേഖലയിൽ 40% നാശനഷ്ടം. 17 ലക്ഷം ആളുകളെ ദുരന്തം ബാധിച്ചു. 6000-ലധികം വീടുകൾ പൂർണ്ണമായി തന്നെ തകർന്നു. 1 ലക്ഷത്തോളം വീടുകൾ ഭാഗികമായി. നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ വ്യാപ്തി വിലയിരുത്തി വരുന്നതേയുള്ളൂ. കാണാതായവർക്കായുള്ള തെരച്ചിലും പുനർനിർമ്മാണങ്ങളും വൃത്തിയാക്കലും തുടരുകയാണ്. പ്രളയം ഒറ്റപ്പെടുത്തിയ വിവിധ മേഖലകളെ ബന്ധിപ്പിക്കാൻ താൽക്കാലിക പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു.
അന്താരാഷ്ട്ര വായ്പകളിൽ തിരിച്ചടവ് മുടങ്ങി 2022 പാപ്പരെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ശ്രീലങ്കയ്ക്ക് അടുത്ത 4 വർഷത്തിനുള്ളിൽ $35 മില്യൺ ഗ്രാൻറ്റുകൾ സമാഹരിക്കാനാണ് UN ഇടപെടൽ. ഗ്രാമങ്ങളിൽ മാത്രമല്ല, പട്ടണങ്ങളെയും ദിവസങ്ങളോളം വെള്ളത്തിനടിയിലാക്കി ചുഴലിക്കാറ്റ്. നന്ദാവതി ഗ്രാമത്തിന് ഏറ്റവും അടുത്തുള്ള തിരക്കേറിയ പട്ടണമാണ് ഗംപോല. ചെറുകിട ബിസിനസ്സുകളും വ്യാപാരികളും പ്രധാന റോഡരികിലെ നാശനഷ്ടാഘാതം വെളിപ്പെടുത്തുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കളെല്ലാം നനഞ്ഞു, കേടായി. ഫർണിച്ചറുകൾ, പാക്കിംഗ് വസ്തുക്കൾ, അരി, സുഗന്ധവ്യഞ്ജന ചാക്കുകൾ എന്നിവ കുന്നുകൂടി. സമാനതകളില്ലാത്ത സമ്പദ് വ്യവസ്ഥാ നഷ്ടം ശ്രീലങ്കയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ശ്രീലങ്ക കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണിപ്പോൾ ഡിറ്റുവ.